Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa ala alihi wa sahabatihi ajma'in. Thumma amma ba'd. സഹോദരന്മാരെ, നമ്മളെ ഇവിടെ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാരെ കുറിച്ചും തിരുനബിയുടെ അമ്മായിമാരെ കുറിച്ചാണ്, പിതൃ സഹോദരിമാരെ കുറിച്ചാണ്. നമ്മളെ തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാർ 10-ലേറെ പേരുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ, അബ്ദുൽ മുത്തലിബിന് പല ഭാര്യമാരിലൂടെ 10-ലേറെ മക്കളുണ്ട്. അതിൽ 4 പേരാണ് നുബുവത്തിൽ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായി നുബുവത്ത് ലഭിക്കുമ്പോൾ അതിൽ 4 പേരാണ് ജീവിച്ചിരിപ്പുള്ളത്. ഒന്ന് അബൂ ലഹബ്, മറ്റൊന്ന് അബൂ താലിബ്, പിന്നെ ഹംസത്ത്, അതേപോലെ അബ്ബാസ്. അങ്ങനെ 4 പേരാണ്. ഇതിൽ 2 പേർ ഇസ്ലാം സ്വീകരിച്ചു, 2 പേർ ഇസ്ലാം സ്വീകരിച്ചില്ല. ഇസ്ലാം സ്വീകരിക്കാത്തതിൽ 2 പേർ അബൂ ലഹബും അബൂ താലിബും. അബൂ ലഹബ് ഇസ്ലാം സ്വീകരിച്ചില്ല, ഇസ്ലാമിന്റെ ബദ്ധ ശത്രുവും ഇസ്ലാമിന്റെ കൊടിയ വൈരിയുമായി. അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്തു. ഹംസത്തും അബ്ബാസും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പിതൃവ്യന്മാരെ കുറിച്ചാണ് ഇവിടെ ഇന്ന് സംസാരിക്കുന്നത്. അബൂ ലഹബിന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ. അബൂ ലഹബ് വളരെ സുന്ദരനായിരുന്നു, ശാരീരിക കാന്തിയുള്ള അബൂ ലഹബ് സമ്പന്നനായിരുന്നു. അയാളുടെ മുഖത്ത് കവിള് രണ്ടും ചുവന്നു തൊടുത്ത കവിളുകളായിരുന്നു. അതുകൊണ്ടാണ് മുഖപ്രസന്നതയാൽ അയാൾക്ക് അബൂ ലഹബ് എന്ന വിളിപ്പേര് വന്നത്. പക്ഷേ സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ഭാര്യയും കുലീനയാണ്, ഉമ്മു ജമീൽ എന്ന ഔറ. അബൂ ലഹബ് ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഠിനമായി ദ്രോഹിക്കുകയാണ് ചെയ്തത്. അബൂ ലഹബ് റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്, അയൽവാസിയുമാണ്. പിതൃവ്യൻ എന്ന നിലക്കും തിരുനബിയെ സഹായിച്ചില്ല, അയൽവാസി എന്ന നിലക്കും സഹായിച്ചില്ല. പ്രത്യുത തൻ്റെ ഭാര്യയെ വിട്ട് റസൂലുള്ളാഹിനെ ദ്രോഹിപ്പിച്ചു. തൻ്റെ മക്കൾ ഉത്ബയും ഉതൈബയും നബിയുടെ മക്കളെ കല്യാണം കഴിച്ചിരുന്നു, അവരെ വിവാഹമോചനം നടത്തിച്ചു. പല ദേഹോപദ്രവങ്ങളും വരുത്തി അബൂ ലഹബ്. അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിച്ചതിന്റെ ഒരു ചരിത്രം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാബിർ മദീനക്കാരനാണ്. മദീനയിൽ നിന്ന് അവർ ഹജ്ജിന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് സീസണിൽ ദഅവത്ത് നടത്തും. അപ്പൊ ജാബിർ പറയാണ്, പിൽക്കാലത്ത് പറയാണ്, ഒരു വ്യക്തി ഞങ്ങളോട് പറയും, ഞങ്ങൾ മിനയിലാകുമ്പോൾ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾ വിജയിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ പിന്നാലെ ഒരു വ്യക്തി, ഇവൻ പുത്തൻവാദിയാണ്, ഇവനെ നിങ്ങൾ കൂട്ടാക്കരുത് എന്ന് പറഞ്ഞ് നബിയെ കൂക്കി വിളിച്ചും മണലും മറ്റുമൊക്കെ വാരിയെറിഞ്ഞും പിന്നാലെ കൂടും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവീൻ, വിജയിക്കും എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിന്നാലെ പുത്തൻവാദി എന്ന് പറഞ്ഞ് ആക്രോശിച്ചു വന്നിരുന്നത് അത് അബൂ ലഹബുമായിരുന്നു എന്നാണ്. അബൂ ലഹബ് നബിയെ വളരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണം, നുബുവത്ത് കിട്ടി തിരുനബിക്ക് പരസ്യ പ്രബോധനത്തിനുള്ള
ഓർഡർ വന്ന് വഅൻദിർ അശീറതകൽ അഖറബീൻ, അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ കുന്നിന്റെ മുകളിൽ കയറി. സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് റസൂലുള്ളാഹ് തന്റെ കുടുംബക്കാരെ വിളിച്ച്, ബനു അബ്ദു മനാഫിനെ വിളിച്ച്, ബനുൽ മുത്തലിബിനെ വിളിച്ച്, റസൂലുള്ളാഹിന്റെ പിതൃവൻ അബ്ബാസിനെ വിളിച്ച്, അമ്മായി സഫിയയെ വിളിച്ച്, മകൾ ഫാത്തിമയെ വിളിച്ച്, ഒക്കെ എല്ലാവരും വിളിച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെല്ലാവരും വന്നപ്പോ അവരോട് പറഞ്ഞ്, സഫാ കുന്നിന്റെ മുകളിലാണ് നിൽക്കുന്നത്, ഈ കുന്നിന്റെ മറുചേരിയിൽ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂലേ? അവര് പറഞ്ഞു അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ അന്ത്യനാളുടെ മുന്നോടിയായി നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെ നിങ്ങൾ മരിച്ചു കിടക്കും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞപ്പോ അബൂ ലഹബ് ഒരു കല്ലെടുത്ത് നബിയുടെ നേരെ അത് വീശി എറിഞ്ഞ്, തബ്ബല്ലക സായിറൽ യൗം അലിഹാദ ജമാഅതന, മുഹമ്മദ് നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞ് ആ രംഗം കലക്കി അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ ആക്രമിച്ച നാളുകളിൽ ഈ അബൂ ലഹബായിരുന്നു ആ അക്രമികൾക്ക് അരുനിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ അറബികളുടെ പതിവനുസരിച്ച് പിതൃവ്യന്മാരും പിതൃവ്യന്മാരുടെ മക്കളും ഏത് പ്രതിസന്ധിയിലും അറബികൾക്ക് കൂട്ടാൻ നിൽക്കുക. അതിന് വിപരീതമായിരുന്നു അബൂ ലഹബ്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധ നാളിൽ, ഇന്ന് ബദർ യുദ്ധത്തിന്റെ ദിവസം, ബദർ യുദ്ധ രാവ, നാളെ 17 ബദർ. ഖുറൈശികൾ എല്ലാവരും ബദറിലേക്ക് പോയി, അബൂജഹലിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പോയി. അബൂ ലഹബ് പോയില്ല. അബൂ ലഹബ് മക്കത്ത് തങ്ങി, അവന് യുദ്ധത്തിന് പോയില്ല. അവന് പകരം ആളെ വിടുക ചെയ്തത്. പക്ഷേ ഖുറൈശി കിങ്കരന്മാരെല്ലാവരും ബദറിന്റെ മാറിൽ മുഖം പൊത്തിയപ്പോൾ, നശിച്ചപ്പോൾ അബൂ ലഹബ് മക്കത്ത് നശിച്ചു. ഖുറൈശി കോമരന്മാർ അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത് ഒക്കെ ബദറിൽ നിലംപരിശായി. അബൂ ലഹബ് പങ്കെടുക്കാത്തത് കാരണത്താൽ അബൂ ലഹബ് ബദറിൽ കൊല്ലപ്പെട്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ബദറിൽ മുശ്രിക്കീങ്ങളുടെ പട പരാജയപ്പെട്ടെന്നും അവരുടെ നേതാക്കന്മാർ വധിക്കപ്പെട്ടെന്നും വാർത്തയുമായിട്ട് ഹൈസുമാൻ എന്ന് പറയുന്ന വ്യക്തി വന്നു. ഹൈസുമാൻ ആ വാർത്ത, ബദറിലെ പരാജയ വാർത്ത മക്കക്കാരെ അറിയിക്കുന്നത് വളരെ ഗൗരവത്തിലാണ്. അയാള് വളരെ വേപത് പൂണ്ട് വന്ന് തന്റെ ഒട്ടകത്തിന്റെ മൂക്കൊക്കെ ചെത്തി ആ ഭീകരത സൃഷ്ടിച്ചിട്ടാണ് വന്ന് പറയുന്നത്. അങ്ങനെ ഹൈസുമാനോട് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത് മക്കക്കാര്? അപ്പൊ പറയാണ്, എന്ത് സംഭവിക്കാനാ, നമ്മളുടെ നേതാക്കന്മാരൊക്കെ നിലംപരിശായി, ഒരു വെള്ളപ്പട ഇറങ്ങുന്നത് കണ്ടു. അപ്പൊ കഅബത്തിന്റെ അടുത്ത് ഇരിക്കുകയാണ് ആര്? ഹിജറിൽ ഇരിക്കുകയാണ് അബൂ ലഹബ്, അബൂ റാഫി, ഉമ്മുൽ ഖൈർ ഉണ്ട്, അബൂ റാഫി ഉണ്ട്, അബൂ ലഹബ് ഉണ്ട്. അബൂ റാഫി ഇസ്ലാം സ്വീകരിച്ച മൗലയാണ്. ഈ വാർത്ത കേട്ടതോടുകൂടി അദ്ദേഹം എഴുന്നേറ്റ് ചാടി. അദ്ദേഹം പറഞ്ഞു, ആ വെള്ളപ്പട മലക്കുകളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നത് അബൂ ലഹബിന് ഒട്ടും പറ്റിയില്ല. അബൂ ലഹബ് അബൂ റാഫിന്റെ കരണത്തടിച്ച് ഒരൊറ്റ അടിയാ. അപ്പൊ ഉമ്മുൽ ഖൈർ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടായി, ആ കല്ല് എടുത്തിട്ട് അബൂ ലഹബിന്റെ തലക്കടിച്ച് അബൂ ലഹബിന്റെ തല പൊളിഞ്ഞ് അബൂ ലഹബ് അവിടുന്ന് തല പൊട്ടി വേപത് പൂണ്ട് പ്രയാസപ്പെട്ട് ഒരിടത്ത് ചെന്ന് അവിടെ കിടന്ന് മരിച്ച്. ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം അവർക്ക് മക്കക്കാർക്ക് അബൂ ലഹബ് എന്നല്ല വിഷയം, അവരുടെ വലിയ ആളുകളൊക്കെ ബദറിൽ നിലം പൊത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദറിൽ നിന്ന് ആളുകൾ വന്നിട്ടും അവരവരുടെ പിതാക്കന്മാർ സഹോദരങ്ങളൊക്കെ മരിച്ചതിന്റെ ദുഃഖപ്രകടനത്തിലായിരുന്നു. അബൂ ലഹബിന് ആരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വളരെ മോശമായ രീതിയിലാണ് അബൂ ലഹബ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്രയായത്. അള്ളാഹു പറഞ്ഞത് എന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയാണ് ആദ്യത്തേത്. തബ്ബത് യദാ അബീ ലഹബിൻ
വതബ്. ആദ്യത്തെ തബ്ബത്ത് എന്താണ്? അത് അബൂലഹബിനെതിരിൽ പ്രാർത്ഥനയാണ്. വതബ് എന്ന അവസാനം പറഞ്ഞതോ അത് ആ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു എന്നതിന്റെ സ്ഥിരീകരണമാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അത് ദുആയാണ് അവനെതിരിൽ. അത് പുലർന്നോ എന്നതിന്റെ സ്ഥിരീകരണമാണ് വതബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് എന്ന് തുടങ്ങി. പിന്നെ അബൂലഹബിന്റെ വിഷയത്തിലാണ്, അവന്റെ ഭാര്യയുടെ വിഷയത്തിലാണ് സൂറത്ത് മസദിലെ മറ്റ് ആയത്തുകൾ. ഇതാണ് അബൂലഹബുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ. അബൂലഹബ് റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ, ഇസ്ലാം സ്വീകരിച്ചില്ല, നുബുവത്തിനെ കണ്ടെത്തിയെങ്കിലും ഇസ്ലാമിന്റെ ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിട്ട് അബൂലഹബ് തുടരുകയാണ് ചെയ്തത്. അവൻ ഹിജ്റയുടെ 2 നാശമടയുന്നത് വരെ. രണ്ടാമത്തെ പിതൃവ്യൻ അബൂ താലിബാണ്. അബൂ താലിബ്, അദ്ദേഹത്തിന്റെ പേര് അബ്ദു മനാഫ് എന്നാണ്. അബൂ താലിബ്, അദ്ദേഹത്തിന്റെ പേര് അബ്ദു മനാഫ്. റസൂലുള്ളാഹിന്റെ വല്യാപ്പന്മാരിൽ ഒരാൾക്ക് പേര് അബ്ദു മനാഫാണ്. ആ പേരാണ് ഈ അബൂ താലിബിന്. അലി, ജാഫർ, അഖീൽ, ഉമ്മുഹാനി ഇവരൊക്കെ അബൂ താലിബിന്റെ മക്കളാണ്. ഒരു മകന്റെ പേരാണ് താലിബ്. ഈ താലിബ് എന്ന മകനിലേക്ക് ചേർത്താണ് അബൂ താലിബ് എന്ന വിളിപ്പേര് അബൂ താലിബിന്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുള്ളന്റെ പൂർണ്ണ സഹോദരനാണ്. പൂർണ്ണ സഹോദരൻ എന്ന് പറഞ്ഞാൽ വാപ്പി ഇമ്മയത്ത സഹോദരനാണ്. അബൂ താലിബും അതേപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഉമ്മുൽ ഹക്കീം എന്ന ബൈദയും അബ്ദുള്ള, ഇവർ 3 പേരും. അബൂ താലിബ് നുബുവത്ത് കാലം കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ അബൂ താലിബ് ഉണ്ട്. അബൂ താലിബ് തിരുനബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് 10 കൊല്ലം നബിയോടൊപ്പം ഉണ്ട്. അബൂ താലിബ് അബൂലഹബിനെ പോലെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈരിയുമായിരുന്നില്ല. പക്ഷെ അബൂ താലിബും അബൂലഹബിനെ പോലെ കാഫിറായിട്ടാണ് മരിക്കുന്നത്. നബിയോടൊപ്പം 42 വർഷം അബൂ താലിബ് ഉണ്ടായിട്ടുണ്ട്. 42 വർഷം അബൂ താലിബ് ഉണ്ടായിട്ടുണ്ട്. 8ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത് തിരുനബിയുടെ 50ാമത്തെ വയസ്സിൽ റമദാൻ മാസത്തിന് മുന്നോടിയായിട്ടാണ് അബൂ താലിബ് മരിക്കുന്നത്. നീണ്ട 42 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവും പകലും അബൂ താലിബ് സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷിക്കുന്നതിൽ തികഞ്ഞ ശ്രദ്ധാലുവായിരുന്നു അബൂ താലിബ്. വിശിഷ്യ നബിയുടെ 15ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിന് മുന്നോടിയായിട്ട് അബൂ താലിബ് സിറിയയിലേക്ക് നബിയെ കൊണ്ടുപോയി കച്ചവടത്തിന്. സിറിയയിൽ വെച്ച് ബുഹൈറ എന്ന് പറയുന്ന പുരോഹിതൻ നബിയുടെ വിഷയത്തിൽ അബൂ താലിബിനോട് സംസാരിച്ചു. നബി ഒരിക്കലും തുടർ യാത്ര ചെയ്യിക്കരുത്, ഈ നബിക്ക് ശത്രുക്കളുണ്ട്, അവർ അദ്ദേഹത്തെ ദേഹോപദ്രവം വരുത്തുമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ, അന്ന് റസൂലുള്ള കുട്ടിയാണ്, മടക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ പ്രത്യേകിച്ച് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കും. ആ സംരക്ഷണത്തിന്റെ ഊക്കറിയാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. മക്കക്കാർ റസൂലുള്ളാഹിക്ക് എല്ലാവരും എതിരായി. അബൂ താലിബ് റസൂലുള്ളാഹിന്റെ സംരക്ഷകനാണ്. മക്കക്കാർക്ക് റസൂലുള്ളയെ ദേഹോപദ്രവം വരുത്താൻ തടസ്സം അബൂ താലിബായിരുന്നു. അവര് വന്ന് റസൂലുള്ളാഹിനെ വധിക്കുവാൻ ഏൽപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു അബൂ താലിബിനോട്. അബൂ താലിബ് സമ്മതിച്ചില്ല. സൂര്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ സൂര്യനിൽ നിന്ന് ഒരു ജ്വാല നിങ്ങൾ കത്തിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചാൽ പോലും മുഹമ്മദിനെ ഞാൻ വിട്ടുതരൂല എന്ന് അബൂ താലിബ് പറഞ്ഞു. ഖുറൈശികൾ പല രീതിയിലും ആവശ്യപ്പെട്ട് നബിയെ വിട്ടുകൊടുക്കാൻ, അവർക്ക് റസൂലുള്ളാഹിനെ കശാപ്പ് ചെയ്യാൻ. അബൂ താലിബ് സമ്മതിച്ചില്ല. ഒരിക്കലും കൂട്ടു നിൽക്കൂല എന്ന് പറഞ്ഞ് അതോടുകൂടിയാണ് നുബുവത്തിന്റെ 7ാമത്തെ വർഷം മുതൽ നുബുവത്തിന്റെ 10 വരെ, അബൂ താലിബ് മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ബനു ഹാഷിം കുടുംബത്തിന് ഊരുവിലക്ക് പ്രഖ്യാപിച്ചത്. അബൂ താലിബിനും കുടുംബത്തിനും മക്കക്കാര് ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും. അബൂ താലിബിനും ബനു ഹാഷിമിനും ഊരുവിലക്ക്, ആരും മിണ്ടാൻ പാടില്ല.
സഹകരിക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, സൂക്ക് ജനനിമിടമായ എല്ലാവരും സാധനങ്ങൾ വാങ്ങണം, ബനു ഹാഷിം വാങ്ങണീന്റെ മുമ്പ്. ഇങ്ങനെ ഷാബ് ബനി താലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷ കാലഘട്ടം ബനു താലിബിന് എന്ത് ചെയ്ത്, ബനു ഹാഷിമിനെ, അബൂ താലിബിനെയും കുടുംബത്തെയും ഇവര് ഊരുവിലക്ക് പ്രഖ്യാപിച്ചിട്ട് ബന്ദികളാക്കി. അവിടെ രാഗം പകലും കഴിച്ചു വിട്ട. അന്ന് അബൂ താലിബ് ബനുൽ മുത്തലിബിനോട് പറഞ്ഞ് ഈ വിഷയത്തിൽ ഖുറൈശികളോട് നിസ്സഹകരിക്കാൻ. അങ്ങനെ ബനുൽ മുത്തലിബ് എന്ത് ചെയ്തു, ബനു ഹാഷിമിനോടൊപ്പം ആ നിസ്സഹകരണത്തിൽ നബിയോടൊപ്പം കൂറ് പ്രഖ്യാപിച്ചിട്ട് ആ മലഞ്ചെരുവിൽ പാർത്ത്. എന്താ ചരിത്രത്തിൽ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. റസൂലുള്ളാഹിനെ വധിക്കണം. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ് ഊരുവിലക്ക്. അങ്ങനെ ഇവർ ഈ മലഞ്ചെരുവിൽ പാർക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കും. അബൂ താലിബ് എന്താ ചെയ്യാറിയോ? രാത്രി നബിയെ മെല്ലെ നബി കിടക്കുന്നോടത്ത് എടുത്തുകൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കിടത്തും. എന്നിട്ട് അബൂ താലിബിന്റെ മക്കളെ കൊണ്ടുവന്നിട്ട് അവിടെ കിടത്തും. എന്തിന്? രാത്രി ഖുറൈശികൾ വന്ന് നബി കിടക്കുന്നിടം മനസ്സിലാക്കിയിട്ട് നബിയെ കൊല്ലുകയാണ് എങ്കിൽ, കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നബിയെ കൊല്ലപ്പെടാൻ പാടുള്ളതല്ല, പിന്നെ പകരം എൻ്റെ മകൻ മറ്റൊരാൾ കൊല്ലപ്പെടട്ടെ എന്ന നിലക്കായിരുന്നു അബൂ താലിബ് അത് ചെയ്തിരുന്നത് എന്നാണ്. അബൂ താലിബിന് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അത് വളരെ വലുതായിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. നബിക്ക് അങ്ങോട്ടും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോടൊപ്പം കഴിയുന്ന ചെറുപ്പത്തിൽ. അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വളർത്തുമ്മ. അപ്പൊ വീട്ടിൽ സാമ്പത്തിക പരാധീനത ഉണ്ട്. എന്താ റസൂലുള്ളാഹി ചെയ്തിരുന്നത്? റസൂലുള്ളാഹി ഖുറൈശികൾക്ക് ആടിനെ മേക്കാൻ പോകും. ആടിനെ മേച്ച് ഖുറൈശികൾ കൊടുക്കുന്ന കാശായിട്ട് റസൂലുള്ളാഹി വരും. എന്നിട്ട് അത് എളാപ്പാനെ ഏൽപ്പിക്കും, അബൂ താലിബിനെ ഏൽപ്പിക്കും. എന്തിന്? ആ കുടുംബ പ്രാരാബ്ദം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹിയും അബൂ താലിബും തമ്മിൽ ഉണ്ടായിരുന്നത്. ഈ അബൂ താലിബ് എന്ന അബ്ദു മനാഫ് നുബുവത്ത് കിട്ടി റസൂലുള്ളാഹിന്റെ 40-ാമത്തെ വയസ്സിൽ. തിരുനബിയുടെ 50-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് മരിക്കുന്നത്. അതുവരെ റസൂലുള്ളാഹിന്റെ സംരക്ഷകനാണ് അബൂ താലിബ്. അബൂ താലിബ് എന്ന ഒരൊറ്റ വ്യക്തിയാണ് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഖുറൈശികൾക്ക് നബിയെ കൊല്ലുവാനോ കൈവെക്കുവാനോ തടസ്സമുണ്ടായിരുന്നത്. അബൂ താലിബ് മരിച്ചതിൽ പിന്നെയാണ് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വധത്തിനുള്ള ഗൂഢാലോചന, അല്ലെങ്കിൽ തിരുനബിയെ ബന്ദിയാക്കുവാനുള്ള ഗൂഢാലോചന ഒക്കെ നടത്തിയത്. വൈദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജുക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ഈ ആയത്ത് ഇറങ്ങുന്നത് ഖുറൈശികളുടെ ഗൂഢാലോചനയെ കുറിച്ചാണ്, കുതന്ത്രം പ്രയോഗിച്ചതിനെ കുറിച്ചാണ്. റസൂലുള്ളാഹിനെ കൊല്ലാൻ, അല്ലെങ്കിൽ ബന്ദിയാക്കി പൂട്ടാൻ, അല്ലെങ്കിൽ നാട് കടത്താൻ. ഇതൊക്കെ അബൂ താലിബിന്റെ മരണശേഷം. അബൂ താലിബിന്റെ മുമ്പ് അതിനെ പറ്റിയിരുന്നില്ല. ഈ അബൂ താലിബ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. എന്താ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മുഹമ്മദ് കൊണ്ടുവന്ന മതം അത് മതങ്ങളിൽ ഏറ്റവും നല്ല മതമാണ് എന്ന്. ഏറ്റവും നല്ല ആദർശം മുഹമ്മദിന്റെ ആദർശമാണ്. എന്നിട്ട് എന്തേ സ്വീകരിക്കാതിരുന്നത്? സ്വീകരിക്കാതിരിക്കാൻ കാരണം ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന. ആളുകൾ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു എന്ന് അബൂ താലിബ് പറഞ്ഞത്. അപ്പൊ ആളുകൾ എന്ത് പറയും? ആളുകൾ ഇപ്പൊ എന്താ പറയാ? അതാണ് പ്രശ്നം. സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടിൽ സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് വിഷയം. ആ ജാട അബൂ താലിബിനെ സത്യത്തിൽ നിന്ന് പിൻവലിച്ചു. നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ കുറെ ആളുകളുണ്ട്, സത്യമൊക്കെ ബലി പറയുന്നത് തന്നെ ഇതന്നെയാണ് നേര്, ഇവരെ തന്നെയാണ് ഹക്കുള്ളത്. പക്ഷെ ഓല് പറയുന്നത് നമ്മളെ സ്വീകരിച്ചാൽ ഇപ്പൊ നമ്മളെ കുടുംബക്കാര്, ഭാര്യ, വീട്ടുകാര്, മഹല്ല്, ഇതൊക്കെയാണ് ചിലർക്ക് പ്രശ്നം. അതുകൊണ്ട് തന്നെ എല്ലാ ജാറം മൂടാനും എല്ലാ നേർച്ചപൂരത്തിനും മൂപ്പര് റെഡി ആയിക്കാരം. ഏതായാലും അബൂ താലിബിന്റെ അവസ്ഥ അത് വളരെ പരിതാപകരമാണ്. എന്താ ഉണ്ടായത്? ഈ വല്യുവാപ്പ 42 വർഷം റസൂലുള്ളാഹിനോടൊപ്പം ഈ പിതൃവ്യൻ എളാപ്പണ്ട്. എന്നിട്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി ചെല്ലുക,
റസൂലുള്ള പറയാണ്, തലക്കും പുറത്തിരുന്ന് പറയാണ്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിതൃവ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് വാദിക്കും. ഒരൊറ്റ കലിമത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അപ്പുറത്തെ അബൂജഹലും അബൂ ഉമയ്യൊക്കെ ഉണ്ട്. അവർ അബൂ താലിബിനോട് പറയാ, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ആദർശത്തിൽ വിമുഖനായിട്ടാണോ ഉള്ളത്, അതിലിഷ്ടല്ലേ എന്ന്. അപ്പൊ അവസാനം അബൂ താലിബ് പറഞ്ഞ എന്താ, ബൽ ഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് ഞാനുള്ളത് എന്നാണ്. മരിച്ച് റസൂലുള്ളാഹി അവിടുന്ന് ഇറങ്ങിപ്പോന്ന്. എത്ര വേദന ഉണ്ടായിരുന്നു പിതൃവ്യൻ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതിൽ. എന്താ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു റസൂലുള്ളാഹിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഹിദായത്തിലാക്കുന്ന പറഞ്ഞത്. പടച്ചോന്റെ ഔദാര്യം ആർക്കാനുള്ളത് ഓ നന്നാവും, അല്ലാത്തവൻ ആര് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമല്ല, നന്നാവൂല. അബൂ താലിബിന്റേത് അതിന്റെ നല്ല ഉദാഹരണ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിനോട് ചോദിക്കുക, റസൂലേ, നിങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് നിങ്ങൾക്ക് എത്ര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്ര സംരക്ഷിച്ചിട്ടുണ്ട്, അത് അന്ത്യനാളിൽ അയാൾക്ക് ഉപകരിക്കുമോ ചോദിക്കുക. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, എന്റെ ശുപാർശ അബൂ താലിബിനുണ്ട്. നരകത്തിന്റെ ഒരു കുണ്ടിലായിരുന്നു അബൂ താലിബ്, ഗമറാത്തിൻ മിനന്നാർ, നരകത്തിന്റെ കുണ്ടിൽ. എന്റെ ശുപാർശയാൽ നരകത്തിന്റെ മുകളിലെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ തലച്ചോറ് തിളച്ചു മറിയുകയാണ് എന്നാണ്. തലച്ചോറ് തിളച്ചു മറിയാണെന്ന്. കാലുമ്മൽ ഒരു മുള്ളുത്തിയിട്ട് ആ മുള്ളു പഴുത്താൽ നമുക്ക് നിക്കപ്പുറത്തില്ല. അപ്പൊ തലച്ചോറ് തിളച്ചു മറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തുകൊണ്ടത്? അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാത്തതുകൊണ്ടാ. അബൂ താലിബ് മരിച്ച് മകൻ അലി വന്ന് റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലേ, നിങ്ങളുടെ പിതൃവ്യൻ മരിച്ചിരിക്കുന്നു, അബൂ താലിബ് മരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? വാപ്പാനെ കൊണ്ടുപോയിട്ട് മറമാടാൻ പറയാ ചെയ്തത്. വാപ്പാനെ കൊണ്ടുപോയിട്ട് മറമാടാൻ പറഞ്ഞ്. റസൂലുള്ളാഹിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയോ? അലിയാരോട് മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞോ? എന്തേ? കാഫിറായിട്ടാണ് മരിച്ചത്, ഇസ്ലാമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറയാതെ മരണപ്പെട്ടത് കാരണത്താൽ ഇതാണ് അബൂ താലിബിന്റെ അന്ത്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, ഒരാൾ അയാൾ എത്ര സേവന സന്നദ്ധനായിട്ടും എത്ര പൊതു പ്രവർത്തകനായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിട്ടും അയാൾക്ക് കാര്യമല്ല അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിം ആകാതെ. ദുനിയാവിൽ കയ്യടിയിട്ടാൻ ഓക്കെയാണ്, പക്ഷെ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസ്ലിമായിട്ട് സൽപ്രവർത്തികൾ ചെയ്യണം. അപ്പോഴാണ് അത് ഉപകരിക്കുക. മൻ അമില മിൻകും സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സൽപ്രവർത്തികൾ ചെയ്താൽ അവരുടെ പ്രവൃത്തി അവർക്ക് ഉപകരിക്കും. അതില്ല എങ്കിൽ ചെയ്തവൻ എത്ര വലിയാലായാലും ചെയ്തത് എത്ര വലുതായിട്ടും കാര്യമല്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഫലപ്പെടൂല എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് അബൂ താലിബ്. അബൂ താലിബിന്റെ മക്കളും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ പിതൃവ്യനാണ്. ആദ്യം നമ്മൾ അബൂ ലഹബിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അബൂ താലിബിനെ കുറിച്ച്. അബൂ താലിബിന്റെ വിഷയത്തിലാണ് വഹും യൻഹൗന അൻഹു വയൻഔന അൻ സൂറത്ത് അൻആമിൽ ആയത്ത് ഇറങ്ങിയത്. അവർ റസൂലുള്ളാഹിനെ പ്രതിരോധിക്കുന്നു, റസൂലുള്ളാഹിന്റെ ആദർശത്തിൽ നിന്ന് ദൂരപ്പെടുന്നു. ആദർശം വേണ്ട, പക്ഷെ റസൂലുള്ളാഹിനെ പ്രതിരോധിക്കുന്നു. ആദർശത്തോടൊപ്പം റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിജയം വരിക്കുക എന്നുള്ളതാണ് അബൂ താലിബിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. പിന്നെ റസൂലുള്ളാഹിക്ക് രണ്ട് പിതൃവ്യന്മാരുണ്ട്. ഇസ്ലാമിൽ റസൂലുള്ളാഹിയെ കണ്ടുമുട്ടിയ രണ്ട് പേർ. ഒന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മറ്റൊന്ന് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇതിൽ അബ്ബാസ് അദ്ദേഹം റസൂലുള്ളാഹിയേക്കാൾ പ്രായം കൂടുതലാണ്, റസൂലുള്ളാഹിനേക്കാൾ വയസ്സുണ്ട്. ഈ അബ്ബാസിനോട് ചോദിക്കും, നിങ്ങൾക്കാണോ പ്രായം കൂടുതൽ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ? അപ്പൊ അബ്ബാസ് പറയും, വഹുവ അക്ബറു മിന്നി വഅന അസന്നു മിൻഹു,
മുഹമ്മദ് എന്നേക്കാൾ വലിയവനാണ്, മുഹമ്മദിനേക്കാൾ പ്രായം കൂടുതൽ എനിക്കാണ്. എന്താ അറിയിക്കണത്? ഈ മറുപടി എന്താ അറിയിക്കണത്? നിങ്ങളാണോ മൂത്തത് അതല്ല റസൂലുള്ളാഹിയാണോ മൂത്തത് എന്ന് ചോദിക്കുമ്പോൾ അബ്ബാസിന്റെ പ്രതികരണം, മുഹമ്മദ് എന്നേക്കാൾ വലിയവനാണ്, ഞാൻ മുഹമ്മദിനേക്കാൾ പ്രായം കൂടിയ വ്യക്തിയാണ്. അതറിയിക്കുന്നത് അബ്ബാസിന്റെ വിനയവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കാൾ റസൂലുള്ളാഹിന്റെ വയസ്സിന് മൂത്തിട്ടും അദ്ദേഹം ഗമനടിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഈ അബ്ബാസ് അദ്ദേഹത്തിലേക്ക് നിസ്ബ ചെയ്താണ് അബ്ബാസികൾ ഖിലാഫത്ത് റാഷിദീങ്ങളുടെ കാലശേഷം അമവി ഭരണകൂടം വന്നു. അമവി ഭരണകൂടത്തിന് ശേഷം അബ്ബാസി ഭരണകൂടം വന്നത്. ഈ അബ്ബാസി ഭരണകൂടം ചേർക്കപ്പെടുന്നത് റസൂലുള്ളാഹിന്റെ ഈ പിതൃവ്യൻ അബ്ബാസിലേക്കാണ്. അബ്ബാസിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് അബ്ബാസി ഭരണാധികാരികൾ. അതിൽ ഒന്നാമൻ അബുൽ അബ്ബാസ് അസ്സഫാഹ്, രണ്ടാമത്തേത് അബു ജാഫർ അൽ മൻസൂർ, പിന്നീട് ഹാദി മഹദി ഹാറൂൻ റഷീദ്, പിന്നെ അമീൻ മഅ്മൂൻ മുഅ്തമൻ മുഅ്തസിം ബില്ലാ അൽ വാസിഖ് ബില്ലാ. ഇവരൊക്കെ അബ്ബാസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവരുടെ ഖിലാഫത്തിന് ബനുൽ അബ്ബാസ് അല്ലെങ്കിൽ അബ്ബാസികൾ എന്ന് പേര് വന്നത്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട കുറെ ചരിത്രമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ എത്തിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹുവിനെ ആളുകൾ വിളിച്ചിരുന്നത് യാ സാഖിയൽ ഹറമൈൻ എന്നാണ്. രണ്ട് ഹറമുകളിൽ അവിടുത്തെ നിവാസികൾക്ക് വെള്ളം കുടിപ്പിച്ചവനെ എന്നാണ്. അതിനെന്താ കാരണം? ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ വരൾച്ച ബാധിച്ചു. അപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസിനോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലത്ത് റസൂലുള്ളാഹിനെ കൊണ്ടാണ് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹിനോട് തേടിയിരുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി അല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ നിങ്ങൾ അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഉമർ പറയും. അങ്ങനെ അവർക്ക് മഴ ലഭിക്കാറുണ്ടായിരുന്നതാണ്. അബ്ബാസ് പ്രാർത്ഥിച്ച് പള്ളി വിടാൻ സമയമല്ല, അപ്പോഴത്തേക്ക് മഴ പെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് യാ സാഖിയൽ ഹറമൈൻ, രണ്ട് ഹറം നിവാസികളെ വെള്ളം കുടിപ്പിക്കുന്നവന് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. അവിടെ ഉമർ പറയണത് നോക്കി നിങ്ങൾ, ഇപ്പൊ മഴയല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് മഴയില്ലാതാകുമ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടലാണ്. ഇപ്പൊ റസൂലുള്ളാഹി, അതുകൊണ്ട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. റസൂലുള്ളാഹിനോട് മഴയ്ക്ക് തേടിയല്ല, മരിച്ചുപോയ റസൂലുള്ളാഹിനോട്. പിന്നെയോ റസൂലുള്ളാഹിന്റെ പിതൃവ്യനോട് മഴയ്ക്ക് വേണ്ടി തേടാൻ ആവശ്യപ്പെടുക ചെയ്യുന്നത് അവിടെ ചെന്നിട്ട്. ഈ ഒരു മര്യാദ നമ്മൾ പഠിക്കണം. ഇന്ന് മഴ അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ ആളുകള് മക്ബറകളിൽ ചെന്ന് മഖാമുകളിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കും. അത് പാടില്ല. ചിലര് മഴ കിട്ടാത്തുമ്പോ കടലിക്ക് പഴയെറിയലുണ്ട്. കടലിക്ക് പഴയെറിയും. എന്തിന്? മഴയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചിട്ടില്ല, ഇസ്ലാമിലുമില്ല. ഇസ്ലാമിലുള്ളത് ഇതാണ്. അബ്ബാസിന്റെ ചരിത്രത്തിൽ വന്നതുപോലെ ഒരാൾ നേതൃത്വം നൽകുക, എന്നിട്ട് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഏതായാലും അത് അബ്ബാസിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന വിഷയമാണ്. ഇതേപോലെ അബ്ബാസ് അദ്ദേഹം മക്കം ഫതഹിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മക്കം ഫതഹിൽ അതാണ് ശരിയായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ അബ്ബാസ് പങ്കെടുത്ത്. എവിടെ പങ്കെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തല്ല, മുശ്രിക്കുകളുടെ പക്ഷത്താണ്. അബൂജഹലിന്റെ കൂടെയാണ് അബ്ബാസ് ഉള്ളത്. അബ്ബാസ് ശരിക്ക് യുദ്ധത്തിൽ വരാൻ മനസ്സുള്ള ആളല്ല. പക്ഷെ അബ്ബാസ് വലിച്ചുചേക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരുന്നതിന് മുമ്പ് മദീനയിൽ നിന്ന് 73 പേര് വന്ന് റസൂലുള്ളാഹിനോട് അഖബയിൽ ഉടമ്പടി നടത്തിയിട്ടുണ്ട്. എന്തിന്? മുഹമ്മദ് നബി മക്ക വിട്ട് മദീനയിലേക്ക് വരികയാണ് എങ്കിൽ ഞങ്ങളെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഇണകളെക്കാൾ, സമ്പത്തിനേക്കാൾ ഞങ്ങൾ മുഹമ്മദിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാണ് മദീനക്കാർ 73 പേര് വന്നിട്ട് അഖബയിൽ വെച്ച് റസൂലുള്ളാഹിനോട് ഉടമ്പടി നടത്തുന്നത്. അത് രാവിന്റെ മറവിലാണ്, രഹസ്യമായിട്ട് മിനയിലാണ്. ഈ ഉടമ്പടിക്ക് മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോ നബി കൂടെ കൊണ്ടുപോണത് ആരെയാണ്? അബ്ബാസിനെയാണ്. അബ്ബാസ് മുസ്ലിം അല്ല. റസൂലുള്ളാഹി പറയാണ്, അബ്ബാസ് നിങ്ങൾ വരൂ,
മദീനക്കാരുമായിട്ടുള്ള സംഭാഷണമാണ് അതിന് സാക്ഷിയാകാൻ. അങ്ങനെ രാവിന്റെ മറവിൽ ഖുറൈശികൾ അറിയാതെ അബ്ബാസിനെയും കൊണ്ട് റസൂലുള്ള വരികയാണ്. എവിടേക്ക്? അഖബയിലേക്ക്. എന്നിട്ട് നബിയോട് മദീനക്കാർ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പായിട്ട് അബ്ബാസ് സംസാരിക്കുകയാണ്. എന്താ അബ്ബാസ് മദീനക്കാരോട് പറയണത്? മദീനക്കാരെ, ഖസറജ് നിവാസികളെ, ഖസറജികളെ, മുഹമ്മദിനെ സംരക്ഷിക്കാനും മക്കക്കാരിൽ നിന്ന് തടുക്കാനും മുഹമ്മദിന്റെ കുടുംബക്കാർ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ബനു ഹാഷിം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തടുക്കാൻ ആളില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊണ്ടോണ്ട. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തീർത്തു പറയാണ് മദീനയിലേക്ക് പോരണം, നിങ്ങളുടെ അടുത്തേക്ക് പോരണം. അതുകൊണ്ട് ഞങ്ങൾ വിട്ടുതരികയാണ്, കൊണ്ടുപോയിക്കോളി. പക്ഷെ മദീനയിൽ എത്തിയിട്ട് കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോണ്ട, ഇവിടെ ഇട്ടളി, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് ആരാ? അബ്ബാസാണ്. ഈ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പിന്നെ ബദറിലേക്ക് മുശ്രിക്കിന്റെ കൂടെ പോണത് എന്തിനാ? മനസ്സുണ്ടായിട്ടല്ല, പിന്നെയോ ആനയിക്കപ്പെടുകയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ബദറിൽ വധിക്കപ്പെട്ടില്ല. അദ്ദേഹത്തെ ബന്ദിയായിട്ട് പിടിച്ചു, മുശ്രിക്കീങ്ങൾ പിടിച്ചു, അല്ല അസ്തഗ്ഫിറുല്ലാഹ്, മുസ്ലിമീങ്ങൾ പിടിച്ചു, ബന്ദിയായിട്ട് പിടിച്ചു, കൊണ്ടുപോയി. അങ്ങനെ മദീനയിലെത്തി ഓരോരുത്തരെയും അവര് ദണ്ഡം നൽകിയിട്ട് വിട്ടയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് ചങ്ങലയിലാ, ബന്ദിയാണ്. എന്താ പറയാം ചരിത്രം? ഒരു ദിവസം രാത്രി ഉറങ്ങിയില്ല റസൂലുള്ള. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, എന്ത് നിങ്ങൾ ഉറങ്ങായിനി? അപ്പൊ പറയാണ്, എന്റെ പിതൃവ്യൻ ചങ്ങലയിൽ ഏങ്ങുന്നത് ഞാൻ ഇങ്ങനെ കാണുകയാണ്, കേൾക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല എന്നാണ്. അങ്ങനെ അബ്ബാസിനെ മുസ്ലിമീങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ദണ്ഡം സ്വീകരിച്ച് അദ്ദേഹത്തെ വിടുകയാണ് ചെയ്തത്. അബ്ബാസ് അവിടെ നിന്ന് ഫ്രീ ആയി. അങ്ങനെ അബ്ബാസ് പിന്നെ മക്കയിൽ പോയി. മക്കം ഫതഹിന് മുമ്പായിട്ടാണ്, അല്ല മക്കം ഫതഹിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഒരു ചരിത്രമുണ്ട് അതിനിടയിൽ. അതെന്താ? ഹിജ്റയുടെ 7 അല്ലെങ്കിൽ 8 ചരിത്ര പ്രസിദ്ധമായ ഖൈബർ യുദ്ധം. അങ്ങനെ ഖൈബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. ഖൈബറിൽ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടി ഖൈബർ കോട്ടകൾ പിടിച്ചടക്കി. അങ്ങനെ ഖൈബറിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി ഖൈബറിൽ നിന്ന് പിന്നീട് മക്കയിൽ തിരിച്ചെത്തി. അയാൾ ഇസ്ലാം സ്വീകരിച്ച വാർത്ത മക്കക്കാർക്ക് അറിയില്ല. അയാൾ മക്കക്കാരുമായി കച്ചവടത്തിലാണ്, കുറെ പൈസ കിട്ടാണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ച വാർത്ത മക്കക്കാരോട് പറഞ്ഞില്ല. പിന്നെയോ അയാൾ നേരെ ഒരു വാർത്ത പ്രചരിപ്പിച്ചത് എന്താന്ന് വെച്ചാല്, മുഹമ്മദ് പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഖൈബറിൽ മുസ്ലിമീങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു വരുത്തി. അയാൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ. എന്നിട്ട് അബ്ബാസിന്റെ അടുക്കൽ വീട്ടിൽ വന്ന്, അബ്ബാസ് മക്കത്തുള്ളത്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ്, അബ്ബാസ്, ഞാൻ മക്കക്കാർക്കിടയിൽ ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്, മുഹമ്മദ് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് ഖൈബറിൽ പരാജയമാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് തോൽപ്പിക്കപ്പെട്ടിട്ടില്ല, മുഹമ്മദ് ജയിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഖൈബറിലെ ജൂതന്മാരുടെ രാജാവായ ഹുയയ് ഇബ്നു അഖ്തബിന്റെ മകളെ, രാജാവിന്റെ മകളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ട് കൂടിയുണ്ട് എന്ന് അബ്ബാസിനോട് പറഞ്ഞു. അബ്ബാസ് ഇത് കേട്ടപ്പോ ആനന്ദത്തിൽ തുള്ളിച്ചാടി. അതെന്ത് ചെയ്തു അറിയോ? നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല സുഗന്ധമൊക്കെ പൂശി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് കഅബത്തിന്റെ അടുത്ത് വന്ന് അബ്ബാസ്, എന്നിട്ട് അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ട് കഅബ തവാഫ് ചെയ്യാ റസൂലുള്ളാഹി ജയിച്ചതിൽ. അപ്പൊ മക്കക്കാരുണ്ട് ഇത് കാണുന്നു. അപ്പൊ നല്ല സുഗന്ധം, നല്ല ഭംഗിയിലാണ് അബ്ബാസ് ഉള്ളത്. അപ്പൊ മക്കക്കാർ ചോദിക്കുകയാണ്, ആ അബ്ബാസ്, ദുഃഖം അതേപോലെ മനപ്രയാസം പോക്കാനാണോ ഈ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള തവാഫ്? അപ്പൊ അബ്ബാസ് ചോദിച്ചു, എന്തേ കാര്യം? ആ അറിഞ്ഞില്ലേ, നിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് ഖൈബറിൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മക്കക്കാര് അബ്ബാസിനോട്. അബ്ബാസ് എന്താ പറഞ്ഞത്? അബ്ബാസ് പറഞ്ഞത്, ലഖദ് അദ്ഹൽ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഖദ് അദ്ഹൽ യൗമ മുൻതസിറൻ വമുഅർരിസൻ ബിഇബ്നതി മലികിഹിം. മുഹമ്മദ് തോൽപ്പിക്കപ്പെട്ടില്ല, മുഹമ്മദ് ഖൈബറിൽ വിജയശ്രീലാളിതനാണ്. മാത്രല്ല, അവിടുത്തെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചിട്ടാണ് മുഹമ്മദ് ഖൈബറിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്
എന്ന് അള്ളാഹുവിൽ ആണയിട്ട് അബ്ബാസ് അവിടെ വെച്ചാണ് പ്രഖ്യാപിച്ച്. അതോടുകൂടി ഖുറൈശികൾക്ക് മുണ്ടാട്ടം മുട്ടി. അബ്ബാസ് അതിൽ പിന്നെ ഇസ്ലാമിലേക്ക് അടുത്ത് പിന്നീട് അദ്ദേഹം മക്കം ഫത്തോടനുബന്ധിച്ച് ഇസ്ലാം പ്രഖ്യാപിക്കുകയുണ്ടായി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ലുബാബ എന്ന ഉമ്മുൽ ഫദ്ലി തന്നെയാണ് അബ്ബാസ് കല്യാണം കഴിച്ചിരുന്നത്. റസൂലുള്ളാന്റെ ഭാര്യ, റസൂലുള്ള അവസാനം കല്യാണം കഴിച്ച മഹദിയാണ് ആര്? മൈമൂന റളിയല്ലാഹു തആല അൻഹ. മൈമൂനയെ റസൂലുള്ള കല്യാണം കഴിച്ചത് ഉംറത്തുൽ ഖദായിൽ ഹിജ്റയുടെ 8 അല്ലെങ്കിൽ ഹിജ്റയുടെ 9 മൈമൂനയെ കല്യാണം കഴിക്കുന്നത് സെരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഇന്ന് നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ മക്കയിൽ നിന്ന് 9 മൈൽ ദൂരത്തുള്ള സെരീഫ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഇന്ന് ഹാജിമാരെ ചെക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റ്. മദീനയിൽ നിന്ന് വരുമ്പോൾ അവിടെയാണ് സെരീഫ് എന്ന് പറയാം. അവിടെ വെച്ചാണ് മൈമൂനയെ റസൂലുള്ള കല്യാണം കഴിച്ചത്, മൈമൂന റളിയല്ലാഹു അൻഹയെ. ആ സ്ഥലത്ത് വെച്ചാണ് പിന്നീട് മൈമൂന റളിയല്ലാഹു തആല ചരിത്രത്തിൽ മരിക്കുന്നതും. റസൂലുള്ള അവരെ കല്യാണം കഴിച്ചതും സെരീഫിൽ വെച്ചാണ്. പിൽക്കാലത്ത് ഹിജ്റയുടെ 59 അവർ മരണപ്പെടുന്നതും സെരീഫിൽ വെച്ചാണ്. ഇന്നും നമ്മൾ ഹിജ്റയിൽ മക്ക മദീന ഹൈവേയിൽ പോകുമ്പോൾ ഹൈവേയുടെ വലതു ഭാഗത്ത്, മദീനയിൽ നിന്ന് വരുമ്പോൾ വലതു ഭാഗത്ത് ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഖബറിടുണ്ട്. അവിടെ അങ്ങനെ ഒരു മതിൽ കെട്ട് കാണാം. ആ മതിൽ കെട്ടിനുള്ളിൽ മഹദിയായ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിടാണ്. ഞാൻ അനുബന്ധമായിട്ട് ഉണർത്താൻ കാരണം റസൂലുള്ളാന്റെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഈ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ലുബാബ എന്ന ഉമ്മുൽ ഫദ്ലിനെ കല്യാണം കഴിച്ചത് അബ്ബാസ് ആയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് ആദ്യം ഉമ്മുൽ ഫദ്ലിനെ കല്യാണം കഴിച്ചു. മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വവും അവരുടെ ശ്രേഷ്ഠതയും മനസ്സിലാക്കിയ അബ്ബാസിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ഉമ്മുൽ ഫദ്ലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനമാണ് മക്കയിലും അതേപോലെ മദീനത്തും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ അദ്ദേഹത്തിന്റെ മഹത്വം കാരണത്താലാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഇമാമാക്കി നിശ്ചയിച്ചത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹിന്റെ ജനാസ നിസ്കരിച്ചത് എങ്ങനെ? റസൂലുള്ളാഹിന്റെ മയ്യത്ത് നിസ്കരിച്ചത് ഓരോരുത്തരായിട്ടാണ് നിസ്കരിച്ചത്. ആദ്യ ആണുങ്ങൾ, പിന്നീട് സ്ത്രീകൾ, ഇങ്ങനെ കുട്ടികൾ, ഇങ്ങനെയാണ് നിസ്കരിച്ചത് ഓരോരുത്തരായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ജനാസ നമസ്കരിച്ചത് റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ബാസിനെ തുടർന്നാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നീട് റസൂലുള്ളാഹിന്റെ മയ്യത്ത് നമസ്കരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ 6 പേരാണ് മയ്യത്ത് കുളിപ്പിച്ചത്. ആ 6 പേരിൽ ഒരാളാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിയെ ഖബറിലേക്ക് ഇറക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് അബ്ബാസ് ഇറങ്ങി എന്ന് പറയുന്നത് ശരിയല്ല. റസൂലുള്ളാഹിന്റെ ഖബറിൽ ഇറങ്ങിയത് അബ്ബാസിന്റെ 2 മക്കളായ ഫദ്ലും കുഫുമുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ സഹീഹായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കുറിച്ചും റസൂലുള്ളാഹിന്റെ അമ്മായിമാരെ കുറിച്ചും അതേപോലെ പിന്നീട് ഇനി ഈ അബ്ബാസിന്റെ മക്കൾ അബ്ബാസിന്റെ മക്കൾ ഇവരുമായി ബന്ധപ്പെട്ട ചരിത്രം, അബൂ താലിബിന്റെ മക്കളുമായി ബന്ധപ്പെട്ട ചരിത്രം പിന്നീട് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.